This is 24. നമസ്കാരം. എൻകൗണ്ടർ തുടങ്ങുന്നു. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ത്രികക്ഷി സർക്കാർ നാളെ അധികാരമേൽക്കുന്നതോടെ മഹാരാഷ്ട്രയിലെ മഹാനാടകത്തിന് തിരശീല വീഴും. പക്ഷേ ഒരൊറ്റ രാത്രി കൊണ്ട് അജിത് പവാറിനെ പാട്ടിലാക്കി ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി അവരോധിച്ച് BJP കാണിച്ച രാഷ്ട്രീയ മറിമായത്തിനേറ്റ തിരിച്ചടി ചില ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നു. ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും അധികാരം പിടിക്കാൻ ഗോവ, അരുണാചൽ, മേഘാലയ, കർണാടക എന്നിവിടങ്ങളിൽ പയറ്റിയ അമിത് ഷായുടെ ചാണക്യ തന്ത്രങ്ങൾ മഹാരാഷ്ട്രയിൽ മാത്രം എന്തുകൊണ്ട് പിഴച്ചു? നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഝാർഖണ്ഡിലും സഖ്യത്തെ ഒന്നിച്ചു നിർത്താൻ BJPക്ക് പാടുപെടേണ്ടി വരുന്നത് എന്തുകൊണ്ട്? മഹാരാഷ്ട്ര കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയതോടെ BJPക്ക് പുറത്തിരിക്കേണ്ടി വരുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണവും കൂടി വരികയാണ്. BJPക്ക് ഇത് നൽകുന്നത് വിപൽ സന്ദേശങ്ങളോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. തന്ത്രങ്ങൾ പിഴയ്ക്കുന്നു BJPക്ക്. എൻകൗണ്ടറിൽ എന്നോടൊപ്പം ചേരുന്നു അതിഥികൾ. ശ്രീ NK പ്രേമചന്ദ്രൻ MP, BJP നേതാവ് ശ്രീ PR ശിവശങ്കർ, CPM നേതാവ് ശ്രീ എളമരം കരീം, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ NP ചേക്കുട്ടി എന്നിവർ. ശ്രീ NP ചേക്കുട്ടി, മഹാരാഷ്ട്രയിൽ BJPക്ക് ഈ പാളിപ്പോയ തന്ത്രം അല്ലെങ്കിൽ പിഴച്ചുപോയ ഒരു ഇടപെടൽ എന്ന നിലയിൽ മാത്രം കണ്ടാൽ മതിയോ BJPക്ക് ഏറ്റ തിരിച്ചടിയെ താങ്കൾ നിരീക്ഷിക്കുമ്പോൾ? കാരണം തുടക്കത്തിൽ ശിവസേന പിണങ്ങി നിന്നപ്പോൾ സർക്കാർ ഉണ്ടാക്കാനോ അധികാരം പിടിച്ചെടുക്കാനോ ഒരു ശ്രമവും അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഒരുപക്ഷെ ആദ്യ സൂചനകൾ നമുക്ക് വന്നിരുന്നത് BJP മഹാരാഷ്ട്രയിൽ സർക്കാർ ഉണ്ടാക്കാൻ മുൻകൈ എടുക്കുന്നില്ല എന്നായിരുന്നു. പക്ഷെ ഏറ്റവും ഒടുവിലാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. അതായത് ഒരു വ്യക്തമായ ഒരു ആസൂത്രണം ഇല്ലാതെ ചെയ്തതുപോലെ തോന്നി പിന്നീടുണ്ടായ സംഭവങ്ങൾ. ഇത് കേവലം ഒരു തന്ത്രത്തിൽ വന്ന പിഴവ് എന്ന നിലയ്ക്കാണോ താങ്കൾ അതിനെ കാണുക, അതോ BJPക്ക് ഏറ്റ വലിയ തിരിച്ചടി എന്ന നിലയിലോ? BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവർ സംസ്ഥാനങ്ങളിൽ ഇടപെടുന്ന രീതി സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതകൾ നോക്കിക്കൊണ്ടല്ല, മറിച്ച് കേന്ദ്ര ലീഡർഷിപ്പിലിരിക്കുന്ന ആളുകൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരവസ്ഥ ആ പാർട്ടിയിൽ വന്നിട്ടുണ്ട്. നേരത്തെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയായിരുന്നില്ല അവസ്ഥ. കുറേ കൂടി ഒരു എന്താ പറയുക കലക്റ്റീവ് ലീഡർഷിപ്പ് ആ പാർട്ടിയിലുണ്ടായിരുന്നു. പക്ഷേ അമിത്ഷാ പാർട്ടിയുടെ അധികാര കേന്ദ്രത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പാർട്ടി പ്രസിഡന്റ് പദവി, ആഭ്യന്തരമന്ത്രി പദവി തുടങ്ങിയ പദവികളെല്ലാം ഒന്നിച്ചെടുത്തതിന് ശേഷം സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു. അതുണ്ടാക്കാൻ പോകുന്ന വരുംവരായികകളെക്കുറിച്ച് വേണ്ട വിധമുള്ള പരിശോധന ഉണ്ടാവില്ല. അദ്ദേഹം വലിയ ചാണക്യനാണ് എന്ന് പറയുന്ന ഈ ഒരു പുകഴ്ത്തുപാട്ട് എങ്ങനെയൊക്കെയോ BJPയെ വലിയ പ്രതിസന്ധിയിൽ ചെന്നെത്തിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് വളരെ കൃത്യമായിട്ടുള്ള അതിൻ്റെ റിസൾട്ടാണ്. കാരണം ഒരു കാരണവശാലും സഖ്യകക്ഷിയെ കൂടെ നിർത്താതെ, സഖ്യകക്ഷിക്ക് കൊടുത്തിരുന്ന വാക്കുകൾ പാലിക്കാതെ ഇങ്ങനെ അവർ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ സംഭവിച്ചത് സഖ്യകക്ഷിക്ക് നൽകിയ വാക്ക് BJP പിൻവലിച്ചു എന്നുള്ളതാണ്. അത് അമിത്ഷാ നേരിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തത് എന്ന് ഉദ്ധവ് താക്കറെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ആ വിശ്വാസനഷ്ടം വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ തന്ത്രങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിലാണ് കാര്യമായ പിഴവുണ്ടായത് എന്ന് ഉറപ്പിക്കാൻ കഴിയും. അല്ല ശ്രീ NP ചേക്കുട്ടി, ഇതിനകത്ത് ഇപ്പോൾ ശിവസേനയെക്കുറിച്ച് BJP ഉന്നയിക്കുന്ന ആക്ഷേപമുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ സഖ്യമായി നിന്നുകൊണ്ട് മത്സരിക്കുക, അങ്ങനെ ഒരു മാൻഡേറ്റ് കിട്ടുക, പിന്നീട് അത് കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിക്കുക, അതൊരു നിർബന്ധ ബുദ്ധിയായി കൊണ്ടു നടക്കുക, സഖ്യത്തിൽ നിന്ന് വേർപെട്ടു പോവുക. അവിടെ BJP ഇത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് യോജിച്ചതല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ കേന്ദ്ര നേതൃത്വം ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വിജയം കൈവരിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് ഇപ്പോൾ ഗോവയിലാണെങ്കിൽ, അതല്ലെങ്കിൽ മിസോറാമിലോ മേഘാലയയിലോ ഒക്കെയാണെങ്കിലും ഈ കേന്ദ്ര നേതൃത്വത്തിന്റെ തന്ത്രങ്ങൾ, അമിത്ഷായുടെ തന്ത്രങ്ങൾ വിജയം കണ്ട ഒരുപാട് മുൻ അനുഭവങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു കേന്ദ്ര മസ്തിഷ്കത്തിൽ നിന്ന് വരട്ടെ തന്ത്രങ്ങൾ എന്ന നിലയ്ക്ക് അവർ വിട്ടുകൊടുത്തതായിക്കൂടെ മഹാരാഷ്ട്രയിലും? പിന്നെ മോദി ഹേ തോ മംകിൻ ഹേ, മോദി ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ് എന്ന ഒരു മുദ്രാവാക്യവും അവരുടെ ആത്മവിശ്വാസത്തിന് പിൻബലമേകിയിട്ടുണ്ടാകില്ലേ?
അല്ല, അവർക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷേ ഗോവയും അരുണാചൽ പ്രദേശും അതുപോലെയുള്ള ചെറിയ ചെറിയ വടക്ക് കിഴക്കൻ പ്രദേശത്തുള്ള ചെറിയ സംസ്ഥാനങ്ങളും ഒക്കെ പിടിച്ചെടുത്ത മാതിരി മഹാരാഷ്ട്രയെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ അത്ഭുതമായിരിക്കും. മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കുഞ്ഞു ഒരു പ്രദേശമല്ല, അങ്ങനെയുള്ളൊരു പ്രദേശമല്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണത്. ഇന്ത്യയുടെ ബിസിനസ് ക്യാപിറ്റൽ അതാണ്. പിന്നെ മറാത്ത ജനങ്ങളുടെ ഒരു പാരമ്പര്യത്തെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച് വല്ല ധാരണയുള്ള ആളുകൾ ഒരിക്കൽ പോലും മറാത്ത സമൂഹത്തിന് നേരെ, അവർക്ക് അവരുടെ ആത്മാഭിമാനത്തിന് നേരെ ഒരു കയ്യേറ്റം നടത്തുന്ന രൂപത്തിൽ പെരുമാറാനിടയില്ല. അത് സത്യസന്ധമായി പറഞ്ഞാൽ പരമ മണ്ടത്തരമാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ശിവസേനയ്ക്ക് യോഗ്യതയില്ല, ശിവസേന ധാർമ്മികതമായിട്ട് എന്താ പറയുക, ഈ മുന്നണി മര്യാദ പാലിച്ചിട്ടില്ല എന്ന് പറയാൻ യഥാർത്ഥത്തിൽ ഒരു അവകാശമില്ല. 25 കൊല്ലത്തിലേറെ കാലം BJPയും ശിവസേനയും മഹാരാഷ്ട്ര ഭരിച്ചിട്ടുള്ളതാണ്. ഏതാണ്ട് തുല്യ ശക്തികൾ എന്ന നിലയിൽ തന്നെയാണ് അവർ പെരുമാറിയിരുന്നത്. സമീപകാലത്ത് BJP കുറെ കൂടി മെച്ചപ്പെട്ട രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മഹാരാഷ്ട്രയിൽ ഒന്നിലേറെ തവണ ശിവസേന മുഖ്യമന്ത്രിയായിരുന്നുണ്ട്. പിന്നെ അത്തരത്തിലുള്ള ഒരു പാരമ്പര്യമുള്ള പാർട്ടിയെ രണ്ടായിട്ട് പകുക്കാം, 2.5 വർഷമായിട്ട് പകുക്കാം എന്ന് ഒരു ഉറപ്പ് അമിത്ഷാ നൽകിയതായിട്ടാണ് ഉദ്ധവ് താക്കറെ പറയുന്നത്. ഉദ്ധവ് താക്കറെ ഇക്കാര്യത്തിൽ കള്ളത്തരം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ കാര്യം കേന്ദ്ര ലീഡർഷിപ്പിൽ സംസാരിച്ചുകൊണ്ട്, പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളോട് സംസാരിച്ചുകൊണ്ട് അല്ല അമിത്ഷാ ചെയ്തത്. അല്ലെങ്കിൽ അദ്ദേഹം കാര്യത്തിൽ പിന്നെ വാക്ക് പിൻവലിച്ചു, വാക്ക് പിന്നോക്കം പോയി തുടങ്ങിയ വിഷയങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഐക്യമുന്നണിയിൽ ഒരു കാരണവശാലും അങ്ങനെയല്ല സഖ്യകക്ഷികളോട് പെരുമാറേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, UPAയിൽ ഉള്ള മുന്നണി മര്യാദകൾ പോലും NDAക്ക് അകത്ത് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അത് നേരത്തെ വാജ്പേയിയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു മുന്നണി സംവിധാനം ഉണ്ടല്ലോ, ആ സംവിധാനത്തിൽ നിന്ന് BJP വളരെയേറെ പിന്നോട്ട് പോയിട്ടുണ്ട്. അവർക്ക് രാഷ്ട്രീയമായിട്ട് കൂടുതൽ അധികാരം കിട്ടി, കൂടുതൽ സീറ്റുകൾ കിട്ടി. അങ്ങനെ വന്ന സമയത്ത് കൂടെ നിൽക്കുന്ന ആളുകളോട് മര്യാദയ്ക്ക് പെരുമാറാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം ഉണ്ടായി. ഇതാണ് പ്രശ്നം. അത് മഹാരാഷ്ട്രയിൽ ചെലവായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം. ശരി, ശ്രീ NK പ്രേമചന്ദ്രൻ MP, BJPയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ 2018-ൽ 21 സംസ്ഥാനങ്ങളിൽ ഭരണം നിലനിർത്താൻ BJPക്ക് സാധിച്ചുവെങ്കിൽ ഇപ്പോഴത് 17ഉം 18ഉം ഒക്കെയായി കുറയുകയാണ്. രാജസ്ഥാനിലില്ല, മധ്യപ്രദേശിലില്ല, ഛത്തീസ്ഗഡിലില്ല. ഇപ്പോഴത്തെ മഹാരാഷ്ട്രയും BJPയുടെ കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയിരിക്കുന്നു. ഇത് ദേശീയ തലത്തിൽ തന്നെ BJPയുടെ ഒരു തിരിച്ചിറക്കത്തിൻ്റെ സൂചനയായി കോൺഗ്രസ് അല്ലെങ്കിൽ UPA കാണുന്നുണ്ടോ? അങ്ങനെ ഒരു വിലയിരുത്തൽ നിങ്ങൾക്കുണ്ടോ? അതല്ല കേവലം തന്ത്രങ്ങളിൽ വന്ന ഒരു പാളിച്ച അല്ലെങ്കിൽ ഒരു പിടിവാശിയിൽ സംഭവിച്ച ഒരു പിശക് എന്ന നിലയിലാണോ മഹാരാഷ്ട്രയിലെ സംഭവങ്ങളെ നിരീക്ഷിക്കുന്നത്? കേവലം തന്ത്രങ്ങളിൽ വന്ന പാളിച്ച എന്ന് മാത്രം എന്ന രീതിയിൽ വിലയിരുത്താൻ കഴിയില്ല ഈ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് ദേശീയ തലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അതൃപ്തിയുടെയും അസ്വസ്ഥതയുടെയും രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാണ്. 1/4 നൂറ്റാണ്ട് കാലം BJPയുടെ സഖ്യകക്ഷിയായി നിന്ന് ഒരുപക്ഷെ BJP ഉയർത്തുന്നതിനേക്കാൾ ശക്തമായ നിലയിൽ ഹിന്ദുത്വ അജണ്ട ഉൾപ്പെടെയുള്ള തീവ്രമായ വികാരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ശിവസേന എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു തരത്തിലും BJPയുമായി സഹകരിച്ചു പോകാൻ കഴിയില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ മാറി തങ്ങളുമായി ഒരു പൊരുത്തവും ഒരു തരത്തിലുള്ള ധാരണയും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര ജനാധിപത്യ കക്ഷികളുമായി ചേർന്നൊരു മുന്നണി ഉണ്ടാക്കാൻ നിർബന്ധിതമാകുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് വന്നു. അത് ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചന തന്നെയാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നമ്മൾ കണ്ടത്. മഹാരാഷ്ട്ര സംസ്ഥാന ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ NK പ്രേമചന്ദ്രൻ MP, ഒരു പക്ഷേ BJP ഈ നീക്കത്തിലൂടെ നാളേക്ക് ചില കരുതിവെപ്പുകൾ കണക്ക് കൂട്ടുന്നുണ്ടെങ്കിലോ? ഉദാഹരണത്തിന് ഇപ്പോൾ ശിവസേന നേരെ നിങ്ങൾക്കൊപ്പം ചേർന്നപ്പോൾ BJPയുടെ പ്രതികരണം വന്നത് ഹിന്ദുത്വത്തെ സോണിയാഗാന്ധിക്ക് മുന്നിൽ അടിയറവ് വെച്ചിരിക്കുന്നു എന്നാണ്. അതായത് ശിവസേനയുടെ രാഷ്ട്രീയ അസ്തിത്വം എവിടെയാണോ നിലകൊള്ളുന്നത് ആ സ്പേസിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇനി ശക്തമായി മഹാരാഷ്ട്രയിൽ ഉയർന്നു വരാൻ കഴിയുന്ന തരത്തിലേക്ക് പാകപ്പെടുക എന്ന ഒരു അജണ്ട BJPക്ക് ഉണ്ടെങ്കിലോ? ആ അജണ്ട BJPക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതൊരു പ്രായോഗിക രാഷ്ട്രീയത്തിൽ അവർ പയറ്റുന്ന ഏറ്റവും തന്ത്രപരമായിട്ടുള്ള നല്ല അടവാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിനുള്ള സാവകാശം പോലും അവർക്കില്ല.
അതുവരെ കാത്തിരിക്കാൻ അവർക്ക് കഴിയില്ല. BJP അല്ലാതൊരു ഗവൺമെൻറ് മഹാരാഷ്ട്ര സംസ്ഥാനം ഭരിക്കുന്നത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ടാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രാഷ്ട്രീയമായി ദേശീയ തലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന മാറ്റം, രണ്ട് ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അസഹിഷ്ണുത, രാഷ്ട്രീയമായിട്ടുള്ള ഒരു അസഹിഷ്ണുത. ആ രാഷ്ട്രീയമായ അസഹിഷ്ണുതയുടെ ഭാഗമായിട്ടാണ് അജിത് പവാർ എന്ന് പറയുന്ന NCPയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ മാത്രം മുഖവിലേക്കെടുത്ത് ശരത് പവാറിനെ പോലെയുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ പോലും മുഖവിലേക്കെടുക്കാതെ അജിത് പവാറിനെ മുഖവിലേക്കെടുത്തുകൊണ്ട് ഒരു സഖ്യമുണ്ടാക്കാനും ഗവൺമെൻറ് രൂപീകരിക്കാനും BJP തയ്യാറായത് അവരുടെ തന്ത്രപരമായിട്ടുള്ള ഏറ്റവും വലിയ പാളിച്ചയായിരുന്നു. ഒരു ഹിമാലയൻ ബ്ലണ്ടറായിരുന്നു സത്യത്തിൽ അവർ ചെയ്തത്. അപ്പോൾ അവരൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നതിനേക്കാൾ ഭരണത്തിലെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു തന്ത്രമാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചത്. അധികാര രാഷ്ട്രീയത്തോടുള്ള അമിതമായ വിധേയത്വവും അമിതമായിട്ടുള്ള താല്പര്യവുമാണ് സത്യത്തിൽ ആ നീക്കങ്ങളിലൂടെ പ്രത്യക്ഷത്തിൽ പ്രകടമായത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ദേശീയ തലത്തിലൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നുണ്ട്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ, ഡൽഹിയിലെ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിയെങ്കിൽ, അമിത്ഷാ ആവിഷ്കരിച്ച ഒരു തന്ത്രമായിരുന്നില്ല സത്യത്തിൽ മഹാരാഷ്ട്രയിൽ നടന്നത്. പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഓഫീസും നേരിട്ട് നടത്തിയ കരുനീക്കങ്ങളായിരുന്നു ഇപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണത്. ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരുന്നതിനോട് താല്പര്യക്കുറവുണ്ടായിരുന്ന അമിത്ഷായുടെ നീക്കങ്ങളെ അതിജീവിച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് ഇപ്പോൾ തകർന്നു വീണത്. അത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പോലും വഴിതെളിച്ചു എന്ന് ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്താന്തങ്ങളിൽ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരൊറ്റ നിമിഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. വളരെ ചെറിയ ഞാൻ മറ്റതിഥികളിലേക്ക് കൂടി പോയ ശേഷം ശ്രീ NK പ്രേമചന്ദ്രൻ MP, ശ്രീ എളമരം കരീം, ഇവിടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ NP ചേക്കൂട്ടി ചില നിരീക്ഷണങ്ങൾ നടത്തി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ BJPക്ക് ഒരു സഖ്യത്തെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ആ സഖ്യത്തോട് മാന്യതയോടുകൂടി പെരുമാറാനും ജനാധിപത്യപരമായി ആ സഖ്യത്തിൽ ഇടപെടാനും അങ്ങനെ ആ സഖ്യത്തെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോകാനും കഴിയാത്ത തരത്തിലൊരു അപ്രമാദിത്വം, ഒരു അഹംഭാവം BJPക്ക് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ആ മാനേജ്മെൻറ്റിൽ വന്ന പിഴവ്, അതാണ് മഹാരാഷ്ട്രയിലെ ഈ തിരിച്ചടിക്ക് കാരണമായി അദ്ദേഹം കാണുന്ന പ്രധാനപ്പെട്ട മെയിൻ റീസണായി അദ്ദേഹം കാണുന്നത് ഈ മാനേജ്മെൻറ്റിൽ BJPക്ക് പാളിച്ച സംഭവിക്കുന്നു എന്നുള്ളതാണ്. ജാർഖണ്ഡിൽ ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അവിടെയും ഈ സഖ്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. CPIM ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഈ ഇപ്പോൾ NK പ്രേമചന്ദ്രൻ MP വിശേഷിപ്പിച്ച മതേതര സഖ്യത്തിന് അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണല്ലോ. അതായത് BJPക്ക് വലിയ തരത്തിൽ ഇപ്പോൾ ശ്രീ NK പ്രേമചന്ദ്രനൊക്കെ വിശദീകരിച്ചതുപോലെ ദേശീയ തലത്തിൽ BJP രാഷ്ട്രീയത്തിന് തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിൽ ഒരു കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ സൂചനയാണ് മഹാരാഷ്ട്രയിൽ കണ്ടത് എന്ന തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് താങ്കൾ പോകുമോ? ഇത് BJP സർക്കാരിൻ്റെ തന്ത്രത്തിലെ പിഴവ് മാത്രമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ BJP പ്രതീക്ഷിച്ചിരുന്നത് വൻ വിജയമാണ്. 170 സീറ്റ് വരെ നേടുമെന്ന് BJP നേതാക്കന്മാർ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എക്സിറ്റ് പോളുകളുടെ അഭിപ്രായങ്ങളും ഏതാണ്ട് അതേ രീതിയിലായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ BJP ശിവസേന സഖ്യം വൻ വിജയം നേടിയതാണ്. പക്ഷേ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. BJPക്ക് വ്യക്തമായ ഒറ്റക്കക്ഷി ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തകർന്നു. മാത്രമല്ല അവരുടെ വോട്ട് ഷെയർ 12% താഴോട്ട് പോയി. അവിടെ അമിത്ഷായും നരേന്ദ്രമോദിയും ഉയർത്തിയ പ്രചരണ ആയുധങ്ങൾ ഹിന്ദുത്വ മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സവർക്കർക്ക് ഭാരതരത്ന അവാർഡ് കൊടുക്കും, അയോധ്യ പ്രശ്നത്തിൽ കോടതി വിധി അനുസരിച്ച് അവിടെ ക്ഷേത്ര നിർമ്മാണം, കാശ്മീരിൽ BJP കൈക്കൊണ്ട നിലപാട്, കടുത്ത വർഗീയ മുദ്രാവാക്യങ്ങളെ ആസ്പദമാക്കിയാണ് പ്രചാരവേല നടത്തിയത്. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ജനകീയ പ്രശ്നങ്ങളെ ആസ്പദമാക്കി ജനങ്ങളുടെ വിധിയെഴുത്തു വന്നത്. ഇത്തരമൊരു സാഹചര്യം കാശ്മീരിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. മാത്രമല്ല സഖ്യത്തിൽ വിള്ളൽ വീണു എന്ന് പറയുന്നത് ഒരു യാദൃശ്ചികമായ സംഭവമല്ല. കേന്ദ്ര അധികാരം ഉപയോഗിച്ച് ബുൾഡോസ് ചെയ്ത് എന്തും നടപ്പാക്കിക്കളയാം എന്ന ഭാവത്തിലുള്ള
കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അമിത്ഷാ ദ്വയങ്ങളുടെ പോക്കിൽ കടുത്ത ആശങ്ക പാർലമെന്ററി ജനാധിപത്യത്തിൽ തരിമ്പെങ്കിലും വിശ്വാസമുള്ള എല്ലാവരിലും ഉയർന്നു വന്നിട്ടുണ്ട്. അല്ല ശ്രീ എളമരം, ഞാൻ ചോദിക്കുന്നത് ഈ രാജ്യം ഈ സർക്കാരിൻ്റെ നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടുന്നൊരു ഘട്ടമാണല്ലോ ഇത്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട നിരവധി സംവാദങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പക്ഷേ അത്തരം ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ജനവിധി നോക്കാം. അവിടെ BJP ശിവസേന കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ടിനാണ് ഈ വോട്ട് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജനവിധി അവർക്ക് അനുകൂലമാകുന്നത് ആ കൂട്ടുകെട്ടിനാണ്. അവിടെ ശിവസേന മാറിപ്പോകുന്നു മുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ടുകൊണ്ട്. അത് അംഗീകരിക്കപ്പെടുന്നില്ല. അത് നേരത്തെ ശ്രീ ചെക്കുട്ടി പറഞ്ഞതുപോലെ തന്നെ ഈ മുന്നണിയെ മാനേജ് ചെയ്യുന്നതിൽ വന്ന പിഴവല്ലേ? അതെങ്ങനെയാണ് രാഷ്ട്രീയമായി BJPക്ക് ഏറ്റ തിരിച്ചടിയാണെന്നൊരു വ്യാഖ്യാനത്തിന് ന്യായീകരണമാവുക? BJPയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തോന്നൽ ശിവസേനക്കുണ്ടായി എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. അപ്പോഴാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP നേതൃത്വം തങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കാതെ ഏകപക്ഷീയമായി സർക്കാർ രൂപീകരിക്കാനുള്ള BJP ശ്രമങ്ങളെ ചോദ്യം ചെയ്യാനുള്ള തൻ്റെ ഇടം ശിവസേനക്കുണ്ടായത്. ശിവസേന മാറിയപ്പോൾ BJP ചെയ്തതെന്താ? തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ എതിർത്ത NCPയുടെ കക്ഷി നേതാവിനെ കൂട്ടുപിടിച്ച് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ മാത്രമല്ല, ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ BJP നേരിട്ട തിരിച്ചടി എന്താ? ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് ഏറ്റവും ശക്തമായി BJP എതിർത്ത ഒരു ചെറിയ പാർട്ടിയുമായി യോജിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടി വന്നില്ലേ? ജാർഖണ്ഡിൽ അവരുടെ മുന്നണി ഛിന്ന ഭിന്നമായി നിൽക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ BJP ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായി ജനങ്ങളുടെ പ്രതിഷേധം, തൊഴിലാളികളുടെ പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നടക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം മാറ്റങ്ങൾ ജനാധിപത്യ സംരക്ഷണത്തിനും മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിനും ശക്തി പകരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ശിവശങ്കർ, താങ്കൾ ഒരല്പം വൈകിപ്പോയതുകൊണ്ട് ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ചില കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഞാൻ വരാം ശ്രീ എളമരം കരീം താങ്കളിലേക്ക്. ശ്രീ ശിവശങ്കർ, ഇവിടെ ശ്രീ NP ചേക്കുട്ടി തുടക്കത്തിൽ ഈ ചർച്ച തുടങ്ങി വെച്ചത് അദ്ദേഹം ചില നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ്. ഒന്ന്, BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനേറ്റ തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിലെ സംഭവങ്ങളെന്നാണ്. കാരണം ഈ ഒരു മുന്നണി സംവിധാനത്തിനകത്ത് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് ഒരു കൂട്ടായ തീരുമാനങ്ങളിലേക്ക് എത്തേണ്ടത്, എങ്ങനെയാണ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടത്, എങ്ങനെയാണ് സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസത്തിലെടുക്കേണ്ടത്, ഈ തരത്തിൽ ജനാധിപത്യപരമായ ഒരു മര്യാദയും പാലിക്കാതെ എല്ലാം കേന്ദ്ര നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് തികച്ചും കേന്ദ്രീകൃതമായ രീതിയിൽ ഒരു തീരുമാനമെടുത്ത് തീർത്തും ബുദ്ധിശൂന്യമായ ഇടപെടൽ നടത്തിയതിൻ്റെ പരിണിത ഫലം, അങ്ങനെയാണ് അദ്ദേഹം മഹാരാഷ്ട്രയിലെ സംഭവങ്ങളെ നിരീക്ഷിച്ചപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊന്ന്, ദേശീയ തലത്തിലെ ചിത്രം എടുത്തു നോക്കിയാൽ എവിടെയൊക്കെ ഇല്ല, രാജസ്ഥാനിലില്ല, ഛത്തീസ്ഗഡിലില്ല, മധ്യപ്രദേശിലില്ല, ഇപ്പോഴിതാ മഹാരാഷ്ട്രയും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, വലിയ സംസ്ഥാനങ്ങൾ BJPയെ പുറത്തിരുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് BJPയുടെ തിരിച്ചിറക്കമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. താങ്കളുടെ പ്രതികരണം? ഞാൻ ലേറ്റായാലും ഞാൻ ചേക്കുട്ടിയുടെ നിരീക്ഷണം ഞാൻ കണ്ടിരുന്നു. അതിലെനിക്ക് തെറ്റു പറയാനുള്ളത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രധാനമായിട്ടും അദ്ദേഹം ഉന്നയിച്ചത് മഹാരാഷ്ട്ര സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഭരണപരമായ ഒരു നീക്കം അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തുനിന്ന് സഖ്യകക്ഷിയുടെ കാര്യത്തിൽ വളരെ തെറ്റായ നടപടികളാണ് ഉണ്ടായത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, നമ്മളെല്ലാം നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്, സാമ്ന പോലുള്ള പത്രങ്ങളുടെ എഡിറ്റോറിയൽ പേജ് മാത്രം വായിച്ചാൽ മതി. കഴിഞ്ഞ 5 വർഷത്തെ, അത് സംസ്ഥാനത്തെ ഫഡ്നവീസിനെ മാത്രമല്ല കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെയും എത്രത്തോളം രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഞാനതിനെ തമാശയ്ക്ക് പറയാറുള്ളത്, മറാഠി ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന ദേശാഭിമാനി ഒരുപക്ഷെ ദേശാഭിമാനിയിൽ പോലും പറയാത്തത്ര രൂക്ഷമായ കാര്യങ്ങൾ സാമ്നയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുവരെ എനിക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷമായി അല്ലെങ്കിൽ കുറേ നാളുകളായിട്ടെങ്കിലും BJPയെ നഖശിഖാന്തരം എതിർത്തിരുന്ന പ്രതിപക്ഷ കക്ഷികൾ പോലും ഉന്നയിക്കാത്ത തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ സഖ്യമായി നിന്നുകൊണ്ട് മത്സര രംഗത്തുണ്ടായിരുന്നു.
അല്ല, ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. അപ്പോൾ ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വമോ മഹാരാഷ്ട്രയിലെ സംസ്ഥാന നേതൃത്വമോ ഇത്തരത്തിലുള്ള സഖ്യകക്ഷികളെ ഒട്ടും വേണ്ട രീതിയിലല്ല, അല്ലെങ്കിൽ അവർക്ക് പക്വമായ പരിഗണന നൽകിയില്ല എന്നുള്ള ചേക്കുട്ടി സാറിൻ്റെ അഭിപ്രായത്തിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. സാമാന്യ ബുദ്ധിയുള്ള മഹാരാഷ്ട്രയിലെ ചരിത്രം പഠിക്കുന്ന ശിവസേനയുടെ ഏതെങ്കിലും സാമന പത്രത്തിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വായിച്ചിട്ടുള്ള ഒരു മലയാളിക്കും അംഗീകരിക്കാൻ പറ്റില്ല. ആ പ്രയോഗത്തോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. എനിക്ക് അതിനേക്കാൾ വിഷമം വരുന്നത് സഖാവ് എളമനം കരീം. അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയരുത് സാർ. എനിക്ക് സഖാക്കന്മാരോട് വലിയ വിശ്വാസമുണ്ട്. അവർ രാഷ്ട്രീയത്തിൽ അദ്ദേഹമൊക്കെ വളരെ ഉന്നതയിലുള്ള രാഷ്ട്രീയക്കാരനാണ്. നോക്കൂ, അവിടെ 12% BJPക്ക് വോട്ട് കുറഞ്ഞു എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJP എത്ര സീറ്റിൽ മത്സരിച്ചു? ഇത്തവണ ഞങ്ങളുടെ വിജയിച്ച 8 സീറ്റ് തന്നെ ശിവസേനയ്ക്ക് നൽകിക്കൊണ്ട് BJP ഏറ്റവും മാന്യമായ സഖ്യകക്ഷികളുള്ള ഏറ്റവും മാന്യമായ നയപരിപാടികളുടെ ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഞങ്ങൾ വിജയിച്ച സീറ്റുകൾ വരെ വിട്ടുകൊടുത്തുകൊണ്ട് എത്ര സീറ്റുകളിൽ ഞങ്ങൾ ബാക്കിയുള്ള സീറ്റിൽ ഏതാണ്ട് 17-20 സീറ്റുകളിൽ ഞങ്ങൾ മാറി നിന്നും കൊടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് ഷെയറിൻ്റെ പെർസെൻറ്റേജ് കുറവ് BJP സർക്കാരിന് അവിടെ നൽകിയ ജനങ്ങൾ നൽകിയ പ്രതിരോധമാണെന്ന് പറയുന്നതാണ് ഇവിടുത്തെ കപട രാഷ്ട്രീയം. അതാണ് സത്യത്തോട് നിരക്കാത്തത്. ഇത്തരത്തിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ വീണ്ടും ജനവിധി BJP ഫഡ്നവീസ് സർക്കാരിന് തന്നെയാണ് നൽകിയിരുന്നത്. ഒരു സംശയവുമില്ല. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സഖ്യകക്ഷിയായി അധികാരത്തിൽ കയറാൻ പോയ ശിവസേനയെ കണ്ണും കയ്യും കാണിച്ച് കോൺഗ്രസിൻ്റെയും NPCയുടെയും കൂടെ നിന്നതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടുത്തെ. ഇതിനിടയിൽ ശ്രീ ശിവശങ്കർ ഒരു കാര്യം ഞാൻ താങ്കളോട് ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ ശിവസേന മുഖ്യമന്ത്രിയാകണം എന്ന്, മുഖ്യമന്ത്രി പദം തങ്ങൾക്ക് വേണമെന്നൊരു അവകാശവാദം ഉന്നയിച്ചു. BJP അത് അനുവദിക്കാതിരിക്കുകയും അതിന് പറഞ്ഞ ന്യായം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അങ്ങനെ ഒരു തരത്തിലുള്ള ധാരണയും ഉണ്ടായില്ല, പെട്ടെന്ന് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് യോജിച്ചതല്ല എന്നതായിരുന്നു. ആണല്ലോ അവിടെ അജിത് പവാറിൻ്റെ അഴിമതി ആരോപണങ്ങൾ പൊതുരംഗത്തേക്ക് കൊണ്ടുവന്നതും നാടുനീളെ പറഞ്ഞു നടന്നതും ഫട്നാവിസും BJP നേതാക്കളുമാണ്. ആ അജിത് പവാറിനെ കൂട്ടുപിടിച്ചാണ് നിങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് ഫട്നാവിസിന് മുഖ്യമന്ത്രി പദം അലങ്കരിച്ച് നൽകിയത്. അത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് യോജിക്കുന്നതായിരുന്നു. ഞാനതിൻ്റെ ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. ഈ ശിവസേന സഖ്യത്തിന് താങ്കൾ പറയുന്നത് പോലെ രാഷ്ട്രീയമായി ഞങ്ങളുടെ കൂടെ എത്രയോ നാൾ നിന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവയെ അടർത്തിയെടുക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന വേദന ഞങ്ങൾ ആ കാര്യം നിശ്ചയിക്കണ്ടേ. പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP മുന്നോട്ട് വെച്ച കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. 2014 അതിനു മുൻപ് BJP ശിവസേന സഖ്യം രംഗത്ത് വന്നപ്പോൾ ശിവസേനയ്ക്കായിരുന്നു അവിടെ കൂടുതൽ സീറ്റ്. BJP 5 വർഷം യാതൊരു ചോദ്യങ്ങളും ഉന്നയിക്കാതെ അവിടെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും വഹിച്ചുകൊണ്ടിരുന്നതാണ്. അതേ നയം തന്നെയായിരുന്നു ഞങ്ങൾ ഇവിടെയും പ്രതീക്ഷിച്ചത്. അത് തന്നെയായിരുന്നു നടപ്പാക്കിയിരുന്നതും. ഫട്നവീസ് സർക്കാർ കഴിഞ്ഞ മുമ്പുള്ള 5 വർഷവും അത് തന്നെയാണ് നടപ്പാക്കുന്നത്. അത് കാരണം മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള തർക്കമല്ല ഇവിടെ പ്രശ്നം. മറ്റു ചില ആരോപണങ്ങൾ, താല്പര്യങ്ങൾ ശിവസേനയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം ഈ ചുടലമായ നീക്കത്തോടുകൂടി, അതും കോൺഗ്രസിനോടും NCPയോടും ചേർന്നുകൊണ്ടുള്ള ഒരു നീക്കത്തോടെ മനസ്സിലാക്കാൻ. രണ്ട്, NCPയുടെ കാര്യത്തിൽ ആ ശരത് പവാറിനോടും അജിത് പവാറിനോടുമുള്ള എല്ലാ ആരോപണങ്ങളും ഇപ്പോഴും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതേ ആരോപണങ്ങളുള്ള ആളുകളായിട്ട് കൂട്ടുചേരുവാനുള്ള മറ്റു രാഷ്ട്രീയ കക്ഷികൾക്ക് യാതൊരു ജനാധിപത്യ വൈരുദ്ധ്യമില്ല എന്നുള്ളിടത്താണ് ഞങ്ങൾക്ക് നിവർത്തികേടിൻ്റെ രാഷ്ട്രീയം ചെയ്യുന്നത്. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. പക്ഷേ ഇവിടെ ജനാധിപത്യത്തിൽ ഒരു സഖ്യകക്ഷിയുടെ ഞങ്ങളുടെ വോട്ടുകൂടി BJPയുടെ വോട്ടുകൂടി മേടിച്ച് നേടിയ അധികാരത്തെ മറ്റു ചില താല്പര്യങ്ങളോടുകൂടി മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സർക്കാർ, ഒരുപക്ഷെ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു MLA ഉള്ള CPMൻ്റെ സർക്കാരും CPMൻ്റെ പാർട്ടിയും അവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജനാധിപത്യ വൈരുദ്ധ്യം കാണിച്ചത്. ഇവിടെ രാഷ്ട്ര താല്പര്യത്തിനും സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനും എതിരായി കാണിച്ചത് മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം, അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പിൽ നൽകിയ ആ അവകാശം BJPക്ക് അധികാരത്തിൽ വരാനുള്ളതായിരുന്നു. അതിനെ തകർക്കുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളത്. ശ്രീ NP ചേക്കുട്ടി, ഈ മഹാരാഷ്ട്രയിൽ BJPക്ക് ഏറ്റിരിക്കുന്ന തിരിച്ചടി ആത്യന്തികമായി ആ പാർട്ടി സംവിധാനത്തിന് പൂർണ്ണമായി ഏറ്റ ഒരു രാഷ്ട്രീയമായ തിരിച്ചടി എന്ന നിലയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ഇപ്പോൾ നേരത്തെ ശ്രീ NK പ്രേമചന്ദ്രൻ പറഞ്ഞതിലൊരു പ്രധാന ഭാഗം രാജ്യത്ത് രാഷ്ട്രീയത്തിൻ്റെ കാറ്റ് BJPക്ക് എതിരായി വീശിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാവും പാകത്തിലുള്ള ഒന്നാണോ ഈ സംഭവങ്ങൾ? രണ്ടാമത് ശ്രീ NP ചേക്കുട്ടി, ഒരു കാര്യം കൂടി, അത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ BJP പുറത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ജാർഖണ്ഡിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിലുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ ജാർഖണ്ഡിൽ നടക്കുന്നത്. ഒരു പക്ഷേ അവിടെയും BJPക്ക് തിരിച്ചടി ഉണ്ടായേക്കാം. ഇത് ഒരു തന്ത്രത്തിൻ്റെ, ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായി വിലയിരുത്തപ്പെടേണ്ടതുണ്ടോ?
അല്ല, രണ്ട് വിഷയങ്ങളും വളരെ ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ട. ഒന്നാമത്തെ കാര്യം, BJPക്ക് രാഷ്ട്രീയമായിട്ട് എതിരായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ സമീപകാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അത് മെയ് മാസത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ര ശക്തമായിട്ട് കണ്ടില്ല. അതിന് കാരണം ആ സമയത്തുണ്ട് 2-3 കാര്യങ്ങൾ. അത് ആ തെരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങളായിട്ട് നടത്തി. നരേന്ദ്രമോദിക്ക് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ക്യാമ്പയിനുകൾ നടത്താൻ സൗകര്യം കിട്ടി. മാത്രമല്ല BJP വളരെ ശക്തമായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ളൊരു പാർട്ടിയായി മാറി. പ്രതിപക്ഷത്തിന് വളരെ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വന്നത്. അതിനൊക്കെ പുറമെ ബാലക്കാട്ട് പോലെയുള്ള ചില അഭ്യാസങ്ങൾ BJPക്ക് അനുകൂലമായിട്ട് സ്ഥിതിഗതികൾ മാറ്റി. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1.5-2 വർഷത്തിന് ഇപ്പുറമായിട്ട്, പ്രത്യേകിച്ച് ഈ നോട്ട് നിരോധനം, GST പോലെയുള്ള വിഷയങ്ങൾ വന്നതിന് ശേഷം രാജ്യത്തുണ്ടായിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ, അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതികരണങ്ങൾ, ഇതെല്ലാം ഏതാണ്ട് 1-2 വർഷക്കാലമായിട്ട് ഈ ഗോരഖ്പൂരിലെയും ഫുൽപൂരിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത്, കർണാടക തുടങ്ങിയ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരിക്കുന്ന തിരിച്ചടി, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ച്, BJPയുടെ ഭരണത്തെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലുള്ള വിയോജിപ്പ്, കടുത്ത വിയോജിപ്പ്, വിപ്രതിപത്തി, അത് വളരെ വ്യക്തമായിരുന്നു. അത് കൂടുതൽ ശക്തമായിട്ട് ഇന്ന് പ്രതിഫലിച്ചു വരുന്നുണ്ട്. പക്ഷേ മഹാരാഷ്ട്രയിൽ അത് അത്രത്തോളം പ്രതിഫലിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മഹാരാഷ്ട്രയിലെ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന BJPയും ശിവസേനയും ഒന്നിച്ചാണ് നിന്നത്. ആ 2 കൂട്ടരും ചേർന്ന് കഴിഞ്ഞാൽ അവിടേക്ക് അവർക്ക് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായി മഹാരാഷ്ട്ര ഭരിച്ച ഫട്നാവിസ് സർക്കാരിനോട് ജനങ്ങൾക്ക് എന്തെങ്കിലും കടുത്ത വിയോജിപ്പുള്ളതായിട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ പിന്നീടുണ്ടായ സംഗതികളാണ് ആ മന്ത്രിസഭ തകർന്നു പോകാൻ കാരണം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJPയുടെ രാഷ്ട്രീയമായിട്ടുള്ള തന്ത്രങ്ങൾ വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ് പാർട്ടിയെ, രാജ്യത്തെ. അതുകൊണ്ടാണ് BJPയുടെ സഖ്യകക്ഷിയായിട്ടുള്ള, ഇത്രയും കാലം സഖ്യകക്ഷികൾ, 25 കൊല്ലം സഖ്യകക്ഷിയായിട്ടുള്ള ശിവസേനയെ പോലൊരു പാർട്ടി, അവരുടെ സാമനയുടെ എഡിറ്റോറിയൽസിനെ കുറിച്ച് ശിവശങ്കർ പറയുന്നു, അവർക്കത് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. കാരണം സഖ്യകക്ഷിയാണ്, BJPയുടെ അടിമത്തൊഴിലാളിയല്ല. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ അവർ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്തത്തോടുകൂടി തിരുത്തൽ നടപടികൾ വരുത്തുന്നതിന് പകരം അവർ ഞങ്ങളെ വഞ്ചിച്ചു, ഇവർ ഞങ്ങളെ വഞ്ചിച്ചു എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമായിട്ട് ഒരു ഉത്തരവാദിത്തമുള്ള, ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവമല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം ഈ സഖ്യകക്ഷികളെ കൂടെ കൊണ്ട് നടക്കുന്നതിൽ അവർ പരാജയപ്പെട്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ശ്രീ NP ചെക്കുട്ടി, ഒരു കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയായില്ല. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞതെല്ലാം ഒരു മുന്നണിയെ മാനേജ് ചെയ്യുന്നതിൽ BJPക്ക് വന്നിട്ടുള്ള പാകപ്പിഴകളെ കുറിച്ചാണ്. കാരണം മഹാരാഷ്ട്രയിലെ ജനവിധി അങ്ങനെ BJPക്ക് എതിരാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇവിടെ ശ്രീ NK പ്രേമചന്ദ്രനൊക്കെ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ കാറ്റ് BJPക്ക് എതിരെ വീശി തുടങ്ങി എന്ന നിരീക്ഷണം അങ്ങനെയാണെങ്കിൽ അബദ്ധമാകുമോ? അല്ല, അങ്ങനെ അബദ്ധമായിട്ട് ഞാൻ പറഞ്ഞില്ല. രാഷ്ട്രീയമായിട്ട് BJPക്കെതിരായിട്ട് കഴിഞ്ഞ 2 കൊല്ലത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വളരെ സംഘടിതമായിട്ടുള്ള BJPക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഇന്നില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു വിരുദ്ധമായിട്ടുള്ള കാറ്റിനെ ചെറുത്ത് നിൽക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും അതിനുശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങളുടെ വികാരം BJPക്കെതിരായിട്ട് തിരിയുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് BJPക്കെതിരായിട്ടുള്ള ഒരു വലിയൊരു ജനകീയ മുന്നേറ്റമൊന്നും രാജ്യത്തെവിടെയും സംഭവിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ അത് സംഭവിക്കുമായിരിക്കും. പക്ഷേ ഇന്നുള്ള വസ്തുതകൾ, അതിനുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഗ്രൗണ്ടിൽ, പൊളിറ്റിക്കൽ ഫീൽഡിൽ അങ്ങനെയുള്ള ഒരു ഐക്യമുന്നണി സംവിധാനം നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നില്ല. അതാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. അതായത് ഇതിൻ്റെ ഒരു പ്രായോഗിക തലത്തിൽ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ഭൂമികയിൽ ആ തരത്തിലുള്ള ഇമ്പൾസസ് കാണാൻ കഴിയുന്നില്ല എന്നാണ് ശ്രീ ചെക്കുട്ടി നിരീക്ഷിച്ചത്. അതിന് അദ്ദേഹം യുക്തിഭദ്രമായ കാര്യങ്ങൾ നിരത്തുകയും ചെയ്തു. കാരണം ജനവിധി മഹാരാഷ്ട്രയിൽ BJPക്കും ശിവസേന ആ സഖ്യത്തിന് അനുകൂലമായിരുന്നു. അതുകൊണ്ട് BJPക്ക് തിരിച്ചടി ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ശരിയാണ്, ഈ മുന്നണിയെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ BJPക്ക് വീഴ്ചകൾ സംഭവിച്ചു. മറുഭാഗത്ത് സോണിയാഗാന്ധി വളരെ ക്ഷമാപൂർവ്വം കാത്തിരുന്നുകൊണ്ട് ആ അവസരത്തെ കൃത്യമായി വിനിയോഗിക്കാൻ സാധിച്ചു എന്നത് ഒരു നേതാവെന്ന നിലയിൽ സോണിയാഗാന്ധിക്ക് ഒരു നേട്ടമായി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന കാര്യവുമാണ്. പക്ഷേ രാഷ്ട്രീയമായി കോൺഗ്രസിനോ അല്ലെങ്കിൽ UPAക്കോ ഇത് ഗുണകരമാകുന്ന തരത്തിലേക്ക് BJPയുടെ ദൗർബല്യങ്ങൾ പ്രകടമായി കണ്ടു, അത് ശോഷിച്ചു വരുന്നു എന്ന് വ്യാഖ്യാനിക്കാൻ പാകത്തിലുള്ള എന്താണ് താങ്കളുടെ നോട്ടത്തിൽ കാണാൻ കഴിയുന്നത്?
ഞാൻ നേരത്തെ നടത്തിയ നിരീക്ഷണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ആ നിരീക്ഷണത്തിന് ആധാരമായ കാര്യം 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്ത്യയുടെ പൊതുരാഷ്ട്രീയ പശ്ചാത്തലമാണ്. ആ പൊതുരാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു പ്രതിപക്ഷം, ഞാൻ സ്വയം വിമർശനത്തോടു കൂടി തന്നെയാണ് സൂചിപ്പിക്കുന്നത്, പാർലമെൻറ്റിൽ പരിമിതമായിട്ടുള്ള അംഗങ്ങൾ മാത്രമുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം, മറുഭാഗത്താണെങ്കിൽ ഒറ്റയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്ന അതിശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമായി BJPയും ഒരു അപ്രതിരോധ്യ രാഷ്ട്രീയ ശക്തി എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന നിലയിൽ നിൽക്കുന്നു. ബഹുമാനപ്പെട്ട രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ പരസ്യമായി അദ്ദേഹം ചോദിച്ചതാണ്, പ്രതിപക്ഷത്തിൻ്റെ ഒരു ലാഞ്ചന പോലും മഹാരാഷ്ട്രയിൽ കാണുന്നില്ല, അവരുടെ മത്സരത്തിനുണ്ടോ എന്ന് ഹാസ്യാത്മകമായി അദ്ദേഹം സൂചിപ്പിച്ചതാണ്. ഹരിയാനയിൽ നിങ്ങൾക്കറിയാം, എല്ലാ മാധ്യമങ്ങളും അവരുടെ എക്സിറ്റ് പോൾ റിപ്പോർട്ടിൽ ഒരു മാധ്യമം ഒഴികെയുള്ള മുഴുവൻ മാധ്യമങ്ങളും അവരുടെ എക്സിറ്റ് പോൾ റിപ്പോർട്ടിൽ പ്രവചിച്ചത് അതുകൊണ്ട് 10-15 സീറ്റ് മാത്രം കോൺഗ്രസിന് കിട്ടും. അതായിരുന്നു പൊതു ഒരു പ്രതീക്ഷ. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധേയമായിട്ടുള്ളത്, കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയ നേതൃത്വം വേണ്ട രൂപത്തിൽ ക്യാമ്പയിന് വേണ്ടി മഹാരാഷ്ട്രയിലോ ഹരിയാനയിലോ പോയി അവർക്ക് പോലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ആ നിലയിൽ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പെന്ന് വിശേഷിപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്നിട്ട് പോലും ആ രണ്ട് സംസ്ഥാനങ്ങളിലും BJPക്കെതിരായിട്ടുള്ള പൊതുവികാരം അതാണല്ലോ. NCPയുടെ ഒരുപക്ഷെ ശരത് പവാർ ആയിരുന്നു സത്യത്തിൽ അവിടെ അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത്. രാഹുൽ ഗാന്ധി ഒരൊറ്റ റാലിയിൽ മാത്രമാണ് മഹാരാഷ്ട്രയിൽ പങ്കെടുത്തത്. അങ്ങനൊരു പശ്ചാത്തലത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പോലും വലിയ മുന്നേറ്റം നടത്താൻ BJP ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, കോൺഗ്രസിനും അതുപോലെ NCPക്കും കഴിഞ്ഞു എന്നുള്ളതും ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ നില നല്ല രൂപത്തിൽ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു അപ്രതിരോധ്യ ശക്തിയായി BJPക്ക് അധികകാലം ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതിൻ്റെ സൂചനയാണ്. 1. 2, വലിയ പ്രതീക്ഷയായിരുന്നു 370-ാം അനുച്ഛേദം, ഭരണഘടനയുടെ 307-ാം അനുച്ഛേദം പരിമിതപ്പെടുത്തുകയും ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ 2ആയി വിഭജിക്കുകയും ചെയ്തതിലൂടെ ചരിത്രപരമായ ഒരു തീരുമാനം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ സ്ഥലങ്ങളിൽ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കുമെന്നുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രതീക്ഷ BJP കേന്ദ്ര നേതൃത്വത്തിനുണ്ടായിരുന്നു. ഇതെല്ലാം തകർന്നു വീണതാണ് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഫട്നാവിസ് ഗവൺമെൻറ്റിന് തന്നെയാണ് ഭൂരിപക്ഷം കിട്ടിയത്, ആ മുന്നണിക്ക് തന്നെയാണ് ഭൂരിപക്ഷം കിട്ടിയത്. ഹരിയാനയിൽ വീണ്ടും BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു എന്നുള്ള വസ്തുതകൾ വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ ഈ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നത്. അത് സൂചിപ്പിക്കുന്നത് കാശ്മീർ സംഭവം ഉൾപ്പെടെ, അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നേരത്തെ ശ്രീ വിളമരം കരീം സംസാരിച്ച വളരെ പ്രസക്തമായിട്ടുള്ള പ്രശ്നം, ഭരണഘടനയുടെ 370-ാം അനുച്ഛേദവും അതുപോലെ തന്നെ ബാബറി മസ്ജിദ് രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നവും ഏകീകൃത സിവിൽ കോഡും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളല്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത പ്രയാസങ്ങളും ക്ലേശങ്ങളും, കൃഷിക്കാരും തൊഴിലാളികളും തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കളും ഉൾപ്പെടെയുള്ളവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നു, ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യത്തിലൂടെ നാട് കടന്നു പോകുന്നു, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അനുഭവത്തിലൂടെ ജനങ്ങൾ അനുഭവിച്ച് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ പ്രതികരണം രാജ്യത്ത് നല്ലതുപോലെ ഉണ്ട്. നിർഭാഗ്യവശാൽ ആ രാഷ്ട്രീയ പ്രതികരണത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലുള്ള സംഘടനാ സംവിധാനവും സംഘടനാ ശേഷിയും ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ ഇല്ല എന്നുള്ള ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ് BJPയുടെ പോസിറ്റീവ് ഘടകമായി, അവർക്ക് അനുകൂലമായിട്ടുള്ള ഘടകമായി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ശരി, ഞാൻ വരാം. എളമരം കരീം, എപ്പോഴൊക്കെയാണോ ഹിന്ദുത്വ ഫാഷിസ്റ്റ് ശക്തികളുടെ അപ്രമാദിത്വം ചർച്ചയാക്കപ്പെടുന്നത് ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷ പാർട്ടികൾക്ക് എപ്പോഴും ഉണ്ടായിരുന്ന വിമർശനം ഈ അനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ, അതായത് ഈ ഹിന്ദുത്വ ശക്തികളെ പുറത്തിരുത്താൻ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ വേണ്ടത്ര ഒരു ശുഷ്കാന്തിയോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാനുള്ള ഒരു കാര്യപ്രാപ്തിയോ കോൺഗ്രസിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാകുന്നില്ല എന്ന്. മറിച്ച് കോൺഗ്രസിനും ഇതേ ആക്ഷേപം ഇടതു പാർട്ടികളെ കുറിച്ചുണ്ട്. കാരണം അത്തരം സന്ദിഗ്ധ ഘട്ടങ്ങളിൽ ഒപ്പം നിൽക്കാൻ ഇടതു പാർട്ടികൾ തയ്യാറാകുന്നില്ല എന്ന്. ഏതായാലും ഈ മഹാരാഷ്ട്രയിലെ അനുഭവ പാഠം, പ്രത്യേകിച്ച് CPM ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തെ
ഇനി വരുന്ന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പിന്നീട് വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിലേക്കുമൊക്കെ അനുകൂലമാക്കുന്ന തരത്തിലേക്ക് പരുവപ്പെടുത്താൻ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ BJP-ക്കെതിരെ? CPIM മഹാരാഷ്ട്രയിൽ എടുത്തിരിക്കുന്ന നിലപാട് BJP ഇതര സർക്കാർ രൂപം കൊള്ളുന്നതിനെ എതിർക്കുന്നില്ല എന്നാണ്. ഞങ്ങൾ ആ മുന്നണിയുടെ ഭാഗമല്ല. ഇന്ത്യയിൽ മതനിരപേക്ഷ ശക്തികൾ ഒരു ബദലായി ഉയർന്നു വരുന്നതിനെ എപ്പോഴും അനുകൂലിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് CPIM. പക്ഷേ ഞങ്ങൾ ഭരണം പങ്കിടാൻ ഈ അവസരങ്ങൾ ഉപയോഗിക്കാറില്ല. ഞങ്ങൾക്ക് നിർണായകമായ സ്വാധീനമില്ലാത്ത ഒരു സംസ്ഥാനത്തിലും ഭരണം പങ്കിടുക എന്ന നിലപാടിലേക്ക് ഞങ്ങൾ പോകാറില്ല. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായി ജനങ്ങളുടെ രോഷം ഉയർന്നു വരുന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക് മാറുകയാണ്. ജനുവരി 8-ന് ഇന്ത്യൻ തൊഴിലാളികളുടെ ദേശീയ പണിമുടക്കാണ്. ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി വളരെ ഗുരുതരമാണ്. ഇന്ന് രാജ്യസഭയിൽ സാമ്പത്തിക സംബന്ധിച്ചൊരു ചർച്ച നടന്നു. അവിടെ വെളിപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ്റിന് യുക്തിയുക്തമായി മറുപടി പറയാൻ പോലും സാധിച്ചില്ല. തൊഴിലുകൾ നഷ്ടപ്പെടുന്നത്, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത്, വ്യവസായങ്ങൾ അടച്ചുപൂട്ടുന്നത്, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, ഇതെല്ലാം അതീവ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഹിന്ദുത്വ മുദ്രാവാക്യങ്ങൾ കൊണ്ട് മാത്രം പ്രതിരോധിക്കാനാവില്ല. നേരത്തെ ചെക്കുട്ടി പറഞ്ഞതുപോലെ 2019 മെയ് മാസം തെരഞ്ഞെടുപ്പിൽ കാശ്മീരിലെ ഭീകരാക്രമണവും ബാലാക്കോട്ട് തിരിച്ചടിയുമെല്ലാം വൈകാരികമായി ഉയർത്തിയപ്പോൾ ഒരു നിമിഷം ജനങ്ങളൊന്ന് അന്താളിച്ച് നിന്നുപോയി. അവിടെയാണ് തെരഞ്ഞെടുപ്പിൽ BJP വൻ വിജയം നേടിയത്. അതിന് തൊട്ട് മുമ്പ് UP-യിലെ ഉപതെരഞ്ഞെടുപ്പുകൾ, ബീഹാർ ഉപതെരഞ്ഞെടുപ്പ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം BJP-ക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരുന്നു. ആ സ്ഥിതിയിലേക്ക് അതിവേഗം ഇന്ത്യൻ രാഷ്ട്രീയം തിരിച്ചു വന്നിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് BJP-യുടെ ഘടകകക്ഷികൾ മാറി ചിന്തിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. BJP-യുടെ ഉന്നത നേതൃത്വങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകൾ മഹാരാഷ്ട്രയിൽ BJP-ക്ക് തിരിച്ചടി ഉണ്ടായതിൽ സന്തോഷിക്കുന്നു എന്ന് ഡൽഹിയിൽ അടക്കിപ്പിടിച്ച ചർച്ചയുണ്ട്. നേരത്തെ പ്രേമചന്ദ്രൻ അത് സൂചിപ്പിച്ചു. കാര്യങ്ങൾ വളരെ എളുപ്പമല്ല BJP-യെ സംബന്ധിച്ചിടത്തോളം. ഭരണഘടനയെ തകർത്തുകൊണ്ട് രാഷ്ട്രപതിയെപ്പോലും അതിനുപയോഗിച്ച രീതികളെല്ലാം ഇന്ത്യ രാജ്യത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പൗരനും സന്തോഷം നൽകുന്നതല്ല, അവർക്ക് ആശ്വസിക്കാവുന്നതല്ല. ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ്. ഈ ബുൾഡോസിങ്ങിനെ BJP നേതൃത്വത്തിൽ ഒരു പ്രബല വിഭാഗം എതിർപ്പ് ആരംഭിച്ചു. അത് നിശബ്ദമായിട്ടാണെങ്കിലും നാളെ അതൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ശിവശങ്കർ, ഈ മഹാരാഷ്ട്രയിലെ സംഭവ വികാസങ്ങൾ BJP-ക്ക് നൽകുന്ന ഗുണപാഠം എന്തു തന്നെയായാലും അത് ചില രാഷ്ട്രീയ പാഠം ഇതര സംസ്ഥാനങ്ങൾക്ക് കൂടി നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ BJP-ക്ക് എതിരെ, അതായത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ ത്രികക്ഷി എന്ന് പറയുന്നത്. NCP-യുടെ ശരത് പവാർ, കോൺഗ്രസ്, അതോടൊപ്പം തന്നെ ശിവസേന. ഒരു തരത്തിലും നമ്മൾ സാധാരണ നിലയിൽ യോജിക്കുമെന്ന് കരുതാത്ത തീർത്തും വ്യത്യസ്തമായ ശൈലികളുള്ള, തീർത്തും വ്യത്യസ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന, അതിനെ പിന്തുടരുന്ന വ്യക്തിത്വങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ത്രികക്ഷി. അപ്പോൾ ഇത്രയും സ്ട്രേഞ്ച് ആയിട്ടുള്ള, ഒരിക്കലും സാധ്യമാകില്ല എന്ന് കരുതുന്ന ഒരു കോമ്പിനേഷൻ സാധ്യമായിരിക്കുന്നു മഹാരാഷ്ട്രയിൽ. അവിടെ ഒരു വലിയ വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചിട്ടുണ്ട്. കാരണം ഉദ്ധവ് താക്കറെ 5 വർഷവും മുഖ്യമന്ത്രിയായി തുടരട്ടെ എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് NCP-യും കോൺഗ്രസും. എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായ ഒരു ഭരണം മഹാരാഷ്ട്രയിൽ ഉണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി രൂപപ്പെടുത്തിയതാണ് ഈ സഖ്യം എന്ന് പറയാം. ബീഹാറിലെ അവസ്ഥ താങ്കൾക്കറിയാമല്ലോ. നിതീഷ് കുമാറുമായിട്ടുള്ള സ്വരച്ചേർച്ചയില്ലായ്മയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ജാർഖണ്ഡിൽ ഈ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ആത്മവിശ്വാസം BJP-ക്ക് ഇപ്പോഴില്ല. കാരണം കൂടുതൽ സീറ്റുകൾ ചോദിച്ച് സഖ്യകക്ഷികൾ രംഗത്ത് വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ. അങ്ങനെ ഈ മറ്റിടങ്ങളിലും ഇതുപോലെ BJP-ക്കെതിരെ ആശയപരമായി ഭിന്നിപ്പുണ്ടെങ്കിൽ പോലും BJP-യെ പുറത്തിരുത്താൻ ഇത്തരം കൂട്ടായ്മകളാകാം എന്നൊരു വലിയ രാഷ്ട്രീയ പാഠം മഹാരാഷ്ട്ര നൽകുന്നില്ലേ? അത് BJP-യെ സംബന്ധിച്ച്, BJP-യുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു അപകടകരമായ സ്ഥിതിവിശേഷമല്ലേ ഉണ്ടാക്കുക?
നിർഭാഗ്യവശാൽ ഗോപികൃഷ്ണൻ്റെ ചോദ്യത്തിനോട് എനിക്ക് കൂടുതൽ പ്രതികരിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് മറ്റുള്ള ചില ക്ലാരിഫിക്കേഷൻ പോകേണ്ടതുണ്ട്. ഗോപികൃഷ്ണൻ, ഒരു കാര്യം ഉറപ്പാണ്, BJP നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സർക്കാരിനെതിരെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ച് യോജിച്ച് BJP എതിർക്കുന്നുവെങ്കിൽ അതിൻ്റെ മറ്റൊരു ഉദാഹരണം അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു രൂപം നാം കാണേണ്ടത് BJPയെ ഇവർ അത്രയേറെ ഭയക്കുന്നു എന്നതുകൂടിയാണ്. ഇവരെല്ലാവരും കൂടി എതിർത്താൽ മാത്രമേ BJPയെ മഹാരാഷ്ട്രയിൽ തടഞ്ഞു നിർത്താൻ പറ്റുകയുള്ളൂ എന്നതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ BJP അവിടെ വളരെ ശക്തിയായി വളർന്നു എന്ന് മറ്റൊരു തരത്തിൽ ഇവർ അംഗീകരിക്കുക കൂടിയാണ്. അതാണ് അതിൻ്റെ യഥാർത്ഥ ഉത്തരം. 2, ശ്രീ എളമരം കരീം അവിടെ പറഞ്ഞല്ലോ, മതേതര ജനാധിപത്യ മുന്നണികളെ പിന്തുണയ്ക്കുക എന്നുള്ള ഏറ്റവും ധാർമ്മികമായ ലക്ഷ്യം CPM നടത്തുമെന്ന്. അങ്ങനെയാണെങ്കിൽ ശിവസേനയെ ഇവർ മതേതര ജനാധിപത്യ സഖ്യത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വിശുദ്ധി കൽപ്പിച്ചു കഴിഞ്ഞോ എന്നുള്ളതും കൂടി സംശയമുണ്ട്. ഇത്തരത്തിലാണ് ഇവരുടെ നയപരിപാടികൾ. BJPയെ എതിർക്കുന്ന BJPയുടെ വോട്ട് മേടിച്ച് വന്ന സഖ്യകക്ഷികളെ മുഴുവൻ എങ്ങനെയെങ്കിലും അടർത്തിയെടുത്തുകൊണ്ട് ഭരണത്തിലേറുക എന്നുള്ള നയത്തെ ധാർമ്മികതയുടെ പട്ടികയിൽപ്പെടുത്താൻ ശ്രീ എളമരം കരീം അദ്ദേഹത്തിൻ്റെ വാഗ്ദരണിയിലുള്ള മുഴുവൻ ഭാഷകൾ ഉപയോഗിച്ചാലും ജനങ്ങൾക്ക് വിശ്വാസമാവില്ല, ഒരു സംശയവുമില്ല. 2, ശ്രീ ചേക്കുട്ടി അടക്കമുള്ള ആളുകൾ ഇവിടെ പറയുന്ന വാക്കുകൾ കേൾക്കൂ. അത് ബാലക്കോട്ട് അഭ്യാസം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ താങ്കൾ പറഞ്ഞത് യുക്തിഭദ്രമായിരുന്നു. എന്ത് യുക്തി അതിൽ? ഈ 2019 രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് അധികാരം കിട്ടുന്നത് മുഴുവൻ പണത്തിൻ്റെയും പ്രതാപം കൊണ്ടാണ്. അങ്ങനെ ഭരണം കിട്ടിയ അധികാരത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ വരുമ്പോൾ ആ ശക്തി ഭരണപരമായ ശക്തിയും ഞങ്ങളുടെ സാമ്പത്തിക ശക്തിയും ഉപയോഗിക്കാൻ പറ്റാണ്ടാവുന്നു എന്ന് പറയുന്നത് എന്ത് യുക്തിയാണ് ശ്രീ ചേക്കുട്ടി? താങ്കൾ പറയുന്ന യുക്തിയല്ല ഇത്. പൂർണ്ണമായും താങ്കളുടെ രാഷ്ട്രീയപരമായ എന്തോ ഒരു എന്താ പറയുക കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. അതിനെ ഞാൻ തിരുത്തിയാലും തിരുമ്പില്ല, ഇത്രയേറെ പ്രായമായി താങ്കളുടെ തന്നെ വിശ്വാസത്തിലിരിക്കട്ടെ. പിന്നെ ശ്രീ പ്രേമേന്ദ്രൻ, താങ്കൾ പറയുന്നുണ്ടല്ലോ നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിൽ ഭയങ്കര എതിർപ്പാണ്, പിന്നെ അതിനെ എളമരം കരീമും പറഞ്ഞു ഞങ്ങൾ പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്, ഭയങ്കര എതിർപ്പാണ്. സന്തോഷം, താങ്കൾക്ക് വളരെ നല്ല ന്യൂസാണല്ലോ അതാണെങ്കിൽ ശ്രീ പ്രേമേന്ദ്രൻ. പക്ഷേ ഇതൊക്കെ എത്ര നാളായി നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവിടെ ഹരിയാനയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഇപ്പോൾ മഹാരാഷ്ട്രയിലും BJP ഏറ്റവും കൂടുതൽ തകർക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമോ? രാജസ്ഥാനിൽ എത്ര വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് BJPക്ക് അവിടെ നഷ്ടപ്പെട്ടതെന്ന് ഭരണം ഞങ്ങൾക്കറിയാം. മധ്യപ്രദേശിൽ ഇപ്പോഴും കോൺഗ്രസിനേക്കാൾ ഏതാണ്ട് 1.4% വോട്ട് കൂടുതലാണ് സർ BJP സർക്കാരിന്. അവിടെ ചില കാര്യങ്ങൾ കൊണ്ട് അവർക്ക് നമ്പർ ഓഫ് സീറ്റ്സ് അസംബ്ലിയിൽ MLA സീറ്റ് മഹാരാഷ്ട്രയിൽ കൂടുതൽ കിട്ടി. പക്ഷേ അവിടെ ജനങ്ങൾ നൽകിയ വോട്ട് BJPക്കാണ് കൂടുതൽ. ഇവിടെ മഹാരാഷ്ട്രയിലും ഇത് തന്നെയാണ് സ്ഥിതി. കർണാടകയിലും BJP തന്നെയായിരുന്നു ഒറ്റ വലിയ കക്ഷി. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലെല്ലാം BJPക്ക് അടിത്തറ നഷ്ടപ്പെട്ടിട്ടില്ല, ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടിട്ടില്ല. മറിച്ച് BJP അവിടെ വലിയ ശക്തിയാകുന്നു എന്ന് മനസ്സിലാക്കിയ പ്രതിപക്ഷ കക്ഷികൾ യാതൊരു തത്വദീക്ഷയുമില്ലാതെ BJPയുടെ ഒപ്പം മത്സരിക്കുകയും അന്യോന്യം എതിർത്ത് മത്സരിക്കുകയും ചെയ്ത രാഷ്ട്രീയ കക്ഷികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സർവ്വചരാചരങ്ങളെയും BJPക്ക് അനുകൂലമായി നിൽക്കുന്നവരെ പോലും നിങ്ങൾ ചില മുഖ്യമന്ത്രി പദം പോലുള്ള നൽകിക്കൊണ്ട് നിങ്ങൾ അവയെ പിന്തുടരുന്നു. നിവർത്തികേട് കൊണ്ട് പിൻ സീറ്റിലിരുന്ന് ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ട് ജനങ്ങളുടെ രാജാധികാരം കിട്ടാണ്ട് നിന്ന കോൺഗ്രസ്, NCPയുടെയും പുറകിലായി നിന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ്സാണ് ഉദ്ധവ് താക്കറെ മുന്നിൽ നിർത്തിക്കൊണ്ട് മഹാരാഷ്ട്രയെ പുറകിൽ നിന്ന് ഭരിക്കാൻ പോകുന്നത്. അതാണ് യഥാർത്ഥ ജനാധിപത്യം. അല്ലാണ്ട് BJPക്ക് നമ്പർ ഓഫ് വോട്ട്സ് കുറഞ്ഞിട്ടില്ല, BJPയുടെ ശക്തി കുറഞ്ഞിട്ടില്ല. അത് കർണാടകത്തിലായാലും മഹാരാഷ്ട്രയിലായാലും മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലായാലും BJP കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്ന സ്ഥലങ്ങളിലെല്ലാം BJPക്ക് മുൻതൂക്കം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റു സഖ്യകക്ഷികളുടെ കൂടി പിന്തുണ വേണ്ടി വരുന്നത് അധികാരത്തിൽ കയറാൻ. അല്ലാണ്ട് കോൺഗ്രസിനും NCPക്കും അധികാരം കിട്ടിയിട്ടില്ല അവിടെ. അല്ല, ഈ മറ്റ് കക്ഷികളൊക്കെ ഇനി എത്രമാത്രം നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ബീഹാറിന്റെ കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിതീഷ് കുമാറുമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ, അതോടൊപ്പം ജാർഖണ്ഡിലെ പ്രശ്നങ്ങൾ, ഇനി ഇതാ ഈ മഹാരാഷ്ട്രയിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം സ്വാഭാവികമായും BJPക്കെതിരെ വിരുദ്ധാശയങ്ങളാണെങ്കിൽ പോലും ഒന്നിച്ചു നിന്നുകൊണ്ട് BJPയെ പുറത്തിരുത്താമെന്ന് പ്രതിപക്ഷത്തിനൊരു രാഷ്ട്രീയമായ ഒരു ആത്മധൈര്യം നൽകുന്ന പ്രവൃത്തികളാണ്. ഞാൻ BJP അത് അപകടപ്പെടുത്തില്ലെന്നായിരുന്നു എൻ്റെ ചോദ്യം. അല്ല ഗോപീഷൻ, അതിങ്ങനെയും കാണാം. ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നോക്കൂ, ഞങ്ങൾ എത്രയോ വർഷങ്ങളായി ശിവസേനയുടെ രണ്ടാമത്തെ കക്ഷിയായിരുന്നു. അവിടെ ഒന്നാമത്തെ വലിയ കക്ഷി ശിവസേനയായിരുന്നു. ഞങ്ങൾ വളർന്നപ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ കൂടുതൽ സീറ്റ് കേടുന്നതും. ഇപ്പോഴും ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കേടിയ, അതിന് ഇരട്ടി സീറ്റുള്ള കക്ഷി. ബീഹാറിലും ഞങ്ങളെക്കാൾ വലിയ കക്ഷിയായിരുന്നു. അവിടെ RJD ആയാലും അതിനുശേഷമുള്ള നിതീഷ് കുമാറിൻ്റെ സഖ്യത്തിലായാലും അവിടെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് അധികാരത്തിൽ കയറാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് അല്പം വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ വളർച്ചയുടെ കാലത്തിൽ
അടിസ്ഥാനത്തിൽ BJP നിരന്തരം അത് ബീഹാറിലായാലും ജാർഖണ്ഡിലായാലും വളരുക തന്നെയാണ്. ഹരിയാന പോലുള്ള സംസ്ഥാനത്ത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഹരിയാനയിൽ BJPക്ക് ഭരണം കിട്ടുമെന്ന് ഗോപികൃഷ്ണന് തോന്നിയിരുന്നു. അപ്പോൾ ഹരിയാനയിൽ പോലും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ശക്തമായി ഭരണം കിട്ടുവാനും നേടിയെടുക്കുവാനും കഴിയുമെന്ന് അവസാന നിമിഷം വരെ ജനങ്ങളും പത്രങ്ങളും വിശ്വസിച്ചില്ലേ? ചില പ്രത്യേക കാരണം കൊണ്ട് PMC പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടെ മഹാരാഷ്ട്രയിലെല്ലാം ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്, സീറ്റ് കുറഞ്ഞിട്ടുണ്ട്, വിചാരിച്ചത്ര കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ ഏക ആശ്രയവും ഒരു സത്യസന്ധമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP എന്നുള്ളതുകൊണ്ടാണ് അവിടെയെല്ലാം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP ഉണ്ടായിരുന്നത്. അത് കർണാടകത്തിലായാലും മഹാരാഷ്ട്രയിലായാലും ഹരിയാനയിലായാലും അതുതന്നെയായിരുന്നു കാര്യം. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വോട്ടുകൾ മധ്യപ്രദേശിൽ BJPക്ക് തന്നെയാണ് കൂടുതൽ ഉണ്ടായിരുന്നത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെയെല്ലാം വെറും ദിവാസ്വപ്നങ്ങളാണ്. BJP പൂർണ്ണമായിട്ട് തകർന്നു. മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം BJPയുടെ ഈ താല്പര്യത്തിന് പുറകിലായിരുന്നു. അമിത്ഷായും അവിടെ നരേന്ദ്രമോദിയും തമ്മിൽ വലിയ തർക്കമുണ്ടായിരുന്നു എന്നുള്ള പ്രേമചന്ദ്രൻ്റെയൊക്കെ സ്വപ്നങ്ങളുണ്ടല്ലോ, ദിവാസ്വപ്നങ്ങളെക്കാൾ വളരെ കഷ്ടക്കച്ചവടമാകും. അദ്ദേഹത്തിന് ഇതൊക്കെ നേരത്തെ അറിയാമല്ലോ. അദ്വാനിയും വാജ്പേയിയും തമ്മിലുള്ള തർക്കവും ഇവർ കുറേ ആഘോഷിച്ചതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടൊന്നും തകർക്കാൻ പറ്റാവുന്നതല്ല ഞങ്ങളുടെ രാഷ്ട്രീയത്തിലെ നേതാക്കൾ തമ്മിലുള്ള വിശ്വാസവും. അത് ഞങ്ങൾ നിരന്തരം എത്രയോ വർഷങ്ങൾ കൊണ്ട് ശിവശങ്കരന് പിന്നെ പറയുന്നതിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകളാണ് അദ്ദേഹം പറയുന്നത്. അതിനോട് എനിക്ക് വിയോജിപ്പില്ല. അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഞാൻ രാഷ്ട്രീയമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിനെ ഒബ്സർവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു പ്രധാനപ്പെട്ട വിഷയം താങ്കൾ ബാലാക്കോട്ട് അഭ്യാസം എന്നുള്ള വാക്കെങ്കിലും പിൻവലിക്കണം സാർ. ആ വാക്കെങ്കിലും താങ്കൾ പിൻവലിക്കണം. അതൊരു സൈനികാഭ്യാസം മാത്രമാണ് ശിവശങ്കര. കേക്ക്, സൈനികാഭ്യാസം മാത്രമായിരുന്നു. സൈനികാഭ്യാസം എന്താ പറയാ, എക്സസൈസ് പറയാ. താങ്കൾ പറഞ്ഞത് ഇതിനുള്ള വിഷയം പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരുപാട് സൈനിക നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഈ സൈനിക നടപടികൾ ആരാ പറയേണ്ടത്? സൈന്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. ഏതെങ്കിലും കേന്ദ്രത്തിലുള്ള ഏതെങ്കിലും മന്ത്രി കയറിയിട്ട് ഈ ഇടപാടുകൾ പറയാറില്ല. അതെന്തുകൊണ്ടാണ് പറയുന്നത്? അത് രാഷ്ട്രീയ നേട്ടങ്ങൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടികളാണ്. അത് രാഷ്ട്രീയത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭരണകൂടത്തെ ദുരുപയോഗപ്പെടുത്തുന്ന പരിപാടി ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഈ നരേന്ദ്രമോദി സർക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ബാലാക്കോട്ടായാലും ശരി, അതിനു മുമ്പ് സർജിക്കൽ സ്ട്രൈക്ക് ആയാലും ശരി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റിയ മാത്രമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായപ്പോഴും ആരാണ് അത് സമയത്തൊന്നും നരേന്ദ്രമോദിയെ പോലെ ആളുകൾ ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മണ്ടത്തരം പറയാതിരിക്കൂ. ആര് പറഞ്ഞിട്ടില്ല? ഈ പ്രധാനമന്ത്രിമാർ ഓരോ സൈനിക നീക്കങ്ങളെയും സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥന്മാർ പറയാന്നില്ലാണ്ട് ഈ രാഷ്ട്രീയക്കാർ കയറി ഇടപെടേണ്ട വല്ല കാര്യമുണ്ട് സൈന്യത്തിൽ? അത് സൈന്യത്തിന്റെ ചുമതലയാണ്. ഈ രാജ്യത്തിന്റെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനുള്ള ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്. രാഷ്ട്രീയക്കാർ അതേമാതിരിയുള്ള കാര്യങ്ങൾ വേറെയും നടത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നോട്ട് റദ്ദാക്കൽ റിസർവ് ബാങ്ക് ചെയ്യേണ്ട കാര്യമാണ്. അതെന്തിനാ പ്രൈം മിനിസ്റ്റർ അതിനകത്ത് കയറി ഇടപെട്ടത്? അദ്ദേഹം എന്തിനാണ് വൈകുന്നേരം കൊട്ടിക്കൊഴിച്ച് രാഷ്ട്രീയ പറയുന്നില്ലല്ലോ. അല്ല, അതിനോടൊപ്പം രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചയാകുന്നുണ്ടോ എന്നുള്ള വിഷയവും ഇന്ത്യയുടെ ഭരണഘടനയെ, ഇന്ത്യയുടെ ഉദ്യോഗസ്ഥ ബ്യൂറോക്രസിയെ, ഇന്ത്യയുടെ മിലിറ്ററിയെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്ന ഞങ്ങൾ രാഷ്ട്രീയ അഭയം തേടിയില്ല ചെക്കുട്ടി, ഞങ്ങൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം പ്രധാനപ്പെട്ട കാതലായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്ന സംശയവുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചങ്കുറ്റത്തോടു കൂടി ആ തീരുമാനം എടുത്തത്. ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഊന്നിയത് കൊണ്ടതുകൊണ്ട് തത്വാധിഷ്ഠിതമായിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ അവർ തയ്യാറില്ല. അതുകൊണ്ടാണ് പിന്നെ ശിവശങ്കരനെ പോലുള്ള ആളുകൾ അനാവശ്യമായിട്ട് തർക്കങ്ങളിലേക്ക് പോകുന്നത്. വ്യക്തിഗതമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കും. എനിക്കതിനകത്ത് പരാതിയൊന്നുമില്ല. എന്നെ പറ്റി എന്ത് ആക്ഷേപം ഉന്നയിക്കുന്നില്ല, എനിക്ക് തർക്കമൊന്നുമില്ല. കാരണം ഞാൻ കുറച്ച് പ്രായമായി പോയി, അതുകൊണ്ട് എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയില്ല എന്ന മട്ടിലടക്കം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോട്ടെ. അല്ല, ഞാൻ ഒറ്റ കാര്യം, ശ്രീ, നിങ്ങളൊക്കെ വളരെ വളരെ പക്വതയുള്ള
ആദരണീയരായ വ്യക്തികളാണ്. നിങ്ങൾ ഈ വ്യക്തിതലത്തിലേക്ക് ഈ പരാമർശങ്ങളെയും ആക്ഷേപങ്ങളെയും ദയവായി കൊണ്ടുപോകരുത്. കാരണം ഈ ചർച്ചയുടെ ഉദ്ദേശം ആ തരത്തിലൊരു ഒച്ചയും ബഹളവുമായി ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. ആ തരത്തിലുള്ള വ്യൂവർഷിപ്പും എനിക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിലൂന്നിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ശ്രീ എൻ പി ചേക്കുട്ടി, താങ്കൾക്ക് ശിവശങ്കരൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾക്കുള്ള മറുപടി പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ വലിയ പരാജയമായിട്ട് വരികയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു കലക്റ്റീവ് ലീഡർഷിപ്പ് എന്നതിന് പകരം BJP 2 വ്യക്തികളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അവരാകട്ടെ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള മര്യാദകൾ പാലിക്കുന്നതിൽ, രാജ്യത്തിൻ്റെ ജനാധിപത്യ പാരമ്പര്യങ്ങളെ പാലിക്കുന്നതിൽ പൂർണ്ണമായിട്ടും ഒരു തെറ്റായിട്ട് സമീപനം എടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ പാർലമെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ പരിഷ്കാരങ്ങൾ വരുത്തും, ഭരണഘടനാ ഭേദഗതികൾ എത്തുമ്പോൾ അത് എത്രയോ ദിവസം മുമ്പ് പാർലമെന്റ് മെമ്പർമാർക്ക് കൊടുക്കേണ്ട. ഇവിടെ പാർലമെന്റ് മെമ്പർമാർ ഇരിക്കണ്ടല്ലോ, അവർ പറയട്ടെ ഈ ആർട്ടിക്കിൾ 370 ആയിട്ട് ബന്ധപ്പെട്ട വിഷയം അന്ന് രാവിലെയാണ് മെമ്പർമാരെ അറിയിക്കുന്നത്. ഈ തരത്തിൽ രാജ്യത്തിൻ്റെ പാരമ്പര്യങ്ങളെ, ജനാധിപത്യ പാരമ്പര്യങ്ങളെ, ഭരണം നടത്തുന്ന രീതികളിൽ ഇതൊക്കെ തന്നെ അവർ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ വലിയ തോതിൽ നമ്മുടെ സമൂഹത്തെ പിന്നോട്ടടിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ജനാധിപത്യ രീതികളെ പിന്നോട്ടടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് BJP വലിയ തോതിൽ ഒറ്റപ്പെടുകയാണ്. ആ ഒറ്റപ്പെടൽ അവരുടെ സഖ്യകക്ഷികളിൽ നിന്ന് പോലും അവർ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ശരി, ഞാൻ ഇടപെടട്ടെ. മഹാരാഷ്ട്രയിലെ സംഭവ വികാസങ്ങൾ നൽകുന്ന ഗുണപാഠമെന്ത്, രാഷ്ട്രീയ പാഠമെന്ത്? ഈ ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് മടങ്ങി വരാം. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ NK പ്രേമചന്ദ്രൻ, ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഈ സംഭവ വികാസങ്ങളിൽ നിന്ന് UPAക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് ഇത് ഏത് നിലയ്ക്കാണ് അനുകൂലമാക്കി മാറ്റി തീർക്കാൻ കഴിയുന്നത്? താങ്കൾ നോക്കുമ്പോൾ അതിന് ഈ രാഷ്ട്രീയമായി ഇതെങ്ങനെ അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും? BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണ സംവിധാനവും സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിനകത്ത് വലിയ തോതിലുള്ള അസംതൃപ്തി നിഴലിക്കുന്നുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. വളരെ പ്രൊആക്റ്റീവായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഇനിഷ്യേറ്റീവ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യങ്ങളിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് വ്യക്തമായി ഈ അവസരത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്. കാരണം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വമോ പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വമോ പോലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള വിജയകരമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ ഒരു പൊതുവികാരമാണ്. ആ ജനങ്ങളുടെ പൊതുവികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ശക്തമായ നിലയിൽ BJPയുടെ രാഷ്ട്രീയ നയങ്ങളോട് വിയോജിപ്പുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതുവേദി രാജ്യത്ത് രൂപപ്പെടുക എന്നുള്ളത് രാജ്യത്ത് ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഇപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാശ്മീർ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി എങ്ങനെയാണ് പാസ്സാക്കിയത് എന്നുള്ളത് തത്സമയ സംപ്രേക്ഷണത്തിലൂടെ രാജ്യം കണ്ടതാണ്. 36 ദിവസം പാർലമെൻറ്റ് സമ്മേളിച്ച് 35 സുപ്രധാനമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളാണ് നടപ്പാക്കിയത്. ഫലപ്രദമായിട്ടുള്ള ഒരു സ്ക്രൂട്ടണിക്ക് പോലുമുള്ള അവസരം പലപ്പോഴും നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഏറ്റവും ഒടുവിൽ ഈ പാതിരാത്രിക്കുള്ള സത്യപ്രതിജ്ഞ, അതുതന്നെ നമുക്കറിയാം. ഒരു ഭരണ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കാൻ ബാധ്യതയുള്ള ഗവർണറുടെ ഓഫീസ്, രാഷ്ട്രപതിയുടെ ഓഫീസിനെയൊക്കെ എത്രമാത്രം അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും BJP ഭരണ സംവിധാനത്തെയും ഭരണകൂടത്തെയും ഏത് രൂപത്തിലും വിനിയോഗിക്കുമെന്നുള്ള നല്ല തിരിച്ചറിവോടുകൂടി തന്നെ അത്തരത്തിലുള്ള ആപൽക്കരമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധി അതിജീവിക്കാൻ എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളോടും മതേതര പ്രസ്ഥാനങ്ങളോടും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ പ്രതിരോധം രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് വർത്തമാന കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. അതിന് ശക്തിയും കരുത്തും പകരുന്ന, അതിന് പ്രചോദനം നൽകുന്ന സംഭവവികാസങ്ങളാണ് മഹാരാഷ്ട്ര സംസ്ഥാനത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എന്നാണ് എൻ്റെ വ്യക്തമായ വിശ്വാസം. ഏതായാലും ഞാൻ ഇടപെടുകയാണ്. ചർച്ച അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ മഹാനാടകത്തിന് തിരശീല വീണു എന്ന് പറയാറായോ, അതോ ഒരു ഇടവേള മാത്രമാണോ? ഇത് BJPക്ക് നൽകുന്ന ഗുണപാഠവും നൽകുന്ന രാഷ്ട്രീയ പാഠവും എന്താണ്? ഏത് നിലയ്ക്കായിരിക്കും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുതലെടുക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിയുക? ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾക്കാണ് ഇനിയുള്ള
ദിവസങ്ങളിലെ രാഷ്ട്രീയം മറുപടി പറയേണ്ടത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. മറ്റൊരു വ്യത്യസ്ത വിഷയവുമായി നാളെ ഇനി ഇതേ സമയം എൻകൗണ്ടർ എത്തും. ഗുഡ് നൈറ്റ്. You are watching 24 from News Headquarters, Kochi.